Hello guys, welcome to George Conitans YouTube channel. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഹലോ എവറിവൺ, ഞാൻ വിചാരിച്ചു ഇന്നൊരു കുക്കിംഗ് വ്ളോഗ് ചെയ്യാന്ന്. അപ്പൊ ഞാൻ ഇതുവരെ എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് 3 എണ്ണം. ഇതെല്ലാം നാട്ടിലുള്ള ആൾക്കാരാണ്, കണ്ണൂരുള്ള ആൾക്കാർ. അപ്പൊ ഇവരാരും ഞാൻ വീഡിയോന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. എപ്പോഴും വീഡിയോന്റെ പിന്നാമ്പുറത്താണ് ഇവർ മിക്ക ആൾക്കാരുണ്ടാവുക. നമ്മൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നാന്തിക സുനിൽ. Test number 2, Daryl Jacob Davis. Test number 3, Nandana Mahesh. Test number 4, Abhishek Prem. Okay. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 2 ഡിഷ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ബാക്കി ഇവിടെ നിന്ന് കാണാം. Guys, ഇതാണ് ഡെറിൽ ജേക്കബ് ഡേവിസ്. ഇപ്പൊ എന്താ പഠിക്കുന്നതെന്ന് പറയാം. ഹോട്ടൽ മാനേജ്മെന്റ് സെക്കൻഡ് ഇയറിലേക്ക് മൂന്നാറിൽ പഠിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മള് വിചാരിച്ച് കൂട്ടത്തിൽ ഒരു ഷെഫ് ഉള്ളത് കൊണ്ട്, അപ്കമിങ് ഷെഫ് ഉള്ളത് കൊണ്ട് ആളുടെ ഒരു റെസിപ്പി ട്രൈ ചെയ്യാന്ന് വെച്ചു. പക്ഷെ ഇത് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ചിക്കൻ ബർഗറും പിന്നെ എന്താ മീൻ പൊരിത്തോ. അപ്പൊ ഇതിപ്പോ എന്താ ചെയ്യുന്ന? ഷുഗർ സിറപ്പ്. ഇപ്പം ബേസിക് ഷുഗർ സിറപ്പ് വിത്ത് കോൾഡ് വാട്ടർ. പഞ്ചസാര, വെള്ളം, കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം. ബിക്കോസ് കസ്കസ് നമ്മള് അതായത് വീർപ്പിച്ചെടുക്കുന്നുണ്ട്. ബിക്കോസ് കോൾഡ് വാട്ടറിൽ ഇട്ടാൽ പെട്ടെന്ന് പ്രോസസ് പെട്ടെന്ന് ആവും ചെയ്യും. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കോൾഡ് വാട്ടറിൽ ആയി കഴിഞ്ഞാൽ ഇൻഫ്യൂസിങ് പെട്ടെന്ന് ആവും. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാത്ത ഭാഷയായിരിക്കും, ഇത് ഷെഫ് ലാംഗ്വേജ് ആണ്. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. പക്ഷെ ഉദ്ദേശിച്ചത് കോൾഡ് വാട്ടർ ഉപയോഗിക്കാം. നമ്മൾ കസ്കസ് എടുക്കണം. ലാസ്റ്റ് കുറച്ച് കസ്കസ് എടുത്തിട്ട് ഇത്ര എടുക്കുന്നുള്ളൂ നമ്മള്. കാരണം മൊയ്ത്തോസിന് വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ, കൂടുതൽ നോക്കുന്നില്ല. എക്സ്പെരിമെന്റ് എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്നില്ല, നിർബന്ധമൊന്നുമില്ല. ഇത് ജിഗർ, അതായത് മെഷറർ എന്ന് പറയും. ബാർട്ടൻഡിങ് ചെയ്യുന്ന ആൾക്കാർ ജിഗർ എന്ന് പറയും. ചെയ്തിട്ടുണ്ട്. സത്യത്തില് നീ ആരാ? 60 ml ആണ്. ഇതിന്റെ മൊത്തം ഇത് 60 ml ആണ്. 60 ml, 30 ml. അഭിപ്രായം പറയണോ? എന്തായാലും നല്ലതല്ലേ പറയാ. സംശയമുണ്ടോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒന്നുമില്ല, വേണ്ട വെജിറ്റബിൾസ്. എന്തൊക്കെയാ വെജിറ്റബിൾസ് വേണ്ടത്? ഓണിയൻ, ടൊമാറ്റോ, പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള ഗാർലിക്. ഇത് ഇത്രയും മൂന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതിൽ നന്ദിക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? കല്ലുപ്പും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിക്കിളിങ്ങിന് വേണ്ടിയിട്ട്
ഇങ്ങനെ വേണം കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണേൽ കട്ട് ചെയ്യാം. തിളച്ച വെള്ളമാണ്, കാരണം അത് ഒരു 15 മിനിറ്റോളം പിക്കിളിങ് ആവണ്ടേ. നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. മയോണൈസിന് എല്ലാവർക്കും അറിയാലോ, മുട്ട വേണം, പെപ്പർ, ഉപ്പ്, പിന്നെ വെജിറ്റബിൾ ഓയിൽ. ഇതിന് യൂഷ്വലി നമ്മൾ മുട്ടേന്റെ വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷെ ഇപ്പം നമ്മളെ അപ്കമിങ് ഷെഫ് പറഞ്ഞ് രണ്ടും ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ ഞാൻ രണ്ടിൽ വെച്ച് ട്രൈ ചെയ്യാം. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കളർ മാത്രമേ കുറച്ച് മാറുള്ളൂ. യുഎസ് മസ്റ്റാർഡാണ് ഉപയോഗിക്കുന്നത്. സവാള ഗിരി 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 സവാള ഗിരി 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 ഗിരി. എന്താ ചെയ്യുന്ന? ഇപ്പം മസ്റ്റാർഡും മയോണൈസും ഉള്ളി. എങ്ങനെയുണ്ട്? കൊള്ളാം. പുളിസാനും മൈലാഞ്ചി ഇടുന്ന അടിപൊളിയാ. എന്താ എന്താണിത്? നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. ചോറിന്റെ കൂടെ, കറിക്ക്, സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാം. വേണേ അച്ചാറിന് പകരം ഉപയോഗിക്കാം. നല്ലതായിരിക്കും. ഇത് ഞാനാക്കിയ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതില്? നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇത് ഗസ്റ്റ് ചെയ്ത് പറഞ്ഞാ മതി. കാണുന്നത് ഇത് ആ മിക്സ് ചെയ്യാം. A few moments later. പ്രേമ, ഇതാണ് അഭിജിത്ത് പ്രേം. എന്റെ വീഡിയോന്റെ മിക്ക എഡിറ്റിംഗ് പണികളും ചെയ്യുന്നത്. അടുത്ത ആൾ ആരാണിത്? പേര്? ഹലോ ഹലോ പറ, എന്തെങ്കിലുമൊക്കെ പറ. ഭാരതമാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാം. കുക്കിംഗ് ഇഷ്ടാണോ? വെള്ളം തിളക്കും. വേറെ ഒന്നും കുക്ക് ചെയ്യാൻ അറിയാത്ത ഒരു ചെക്കൻ ആർക്കെങ്കിലുമാണ് DM. നമ്മൾ ചിക്കൻ സെറ്റ് ആയോ നോക്കിട്ട് വരാം. ചിക്കൻ റെഡി ആയിരിക്കുകയാണ് guys. ബർഗർ ബൺസ് ആക്ച്വലി വാങ്ങിച്ചു. ഇനി ഇത് നമ്മൾ ബട്ടറിൽ സോട്ട് ചെയ്യാൻ പോവുക. അല്ലാതെ ഇപ്പം ഇവിടെ ഓൾറെഡി നമ്മുടെ സോസ് ഒക്കെ ആയിട്ടുണ്ട്. മയോണൈസ് ആയിട്ടുണ്ട്, മസ്റ്റേർഡ് സോസ് അതിനെ വെച്ചിട്ടുണ്ട്, സോസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഓൾറെഡി മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു പാക്ക് നമ്മൾ ആക്കണം, ബട്ടറിൽ സോട്ട് ചെയ്യണം. ബട്ടറിന്ന് പഠിപ്പിച്ചു തരുമോ? Emotional damage. അടുത്ത ഞാന് അത് സ്പ്ലിറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മുറിക്കാം, പക്ഷെ കുറച്ചും കൂടി കൺവീനിയന്റ് ആയ രീതിയിൽ ഞാൻ പറയണം. പ്രഷർ എടുക്കരുത്, പ്രഷർ എടുക്കരുത്. But you smushed the bread. It's too smushy. Again.
വേണ്ടി നടക്കുവാണ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. നമ്മൾ എവിടെ എത്തിച്ചേരുന്നു. ഓക്കെ. വാവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബർഗറൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും റെഡിയായി. ഈ ഫ്രണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവരൊക്കെ എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സാണ്. കുറേ ആൾക്കാർ മിസ്സിംഗ് ആണ്. കഷ്ടായിപ്പോയി. കുറേ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പീപ്പിൾ 10ാം ക്ലാസ്സിന് ശേഷം ഫ്രണ്ട്സ് ആയ ആൾക്കാരാണ്. അങ്ങനെയല്ല, അതായത് ഓരോ ആൾക്കാർ ചെയിൻ ബൈ ചെയിൻ ആയിട്ടാണ് ഫ്രണ്ട്സ് ആയത്. ഇപ്പൊ ഞാനും നന്ദനും ഒരേ സ്കൂളിൽ പഠിച്ച ഫ്രം 10th സ്റ്റാൻഡേർഡ് വരെ ഒരുമിച്ച് പഠിച്ചതാ. പക്ഷെ ആ ഒരു ടൈം നമ്മൾ ലൈക്ക് ഇതുപോലെ ഒരു ഗ്രൂപ്പിലൊന്നും വന്നു പെട്ടില്ല. പക്ഷെ ഓരോ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വന്ന് പണ്ട് സന്തത സഹചാരിയായിട്ട് പണ്ട് നന്ദിക്കുണ്ട്, LKG മുതലേ ഉണ്ട്. പക്ഷെ എന്നാലും എല്ലാരും ഒരു ടീമായി വന്നത് ഇപ്പൊ പ്രേമനും ഞാനൊക്കെ ഫ്രണ്ട്സ് ആയി 10th ശേഷമാണ്. ഈ ഗ്രൂപ്പിന്റെ പേരെന്ന് പറയുന്നത് നമ്മളൊരു മുണ്ടക്കൽ ഫാമിലി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഒരുമാതിരി തൊട്ടി പേരല്ലേ. ഇതില് ഈ ഇത്രയും കാണുന്ന ആൾക്കാരല്ല, ഇഷ്ടംപോലെ വേറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ വർക്ക് ചെയ്യാണ്, കുറെ ആൾക്കാർ പല സ്ഥലത്താണ്. ബാംഗ്ലൂർ ഉണ്ട്, ഡൽഹി ഉണ്ട്, പ്രഗ്നന്റ് ആണ്. ആൻഡ് ഏജ് ഗ്രൂപ്പ് ആക്ച്വലി ഏജ് ഗ്രൂപ്പ് ഇല്ല. ഈ ഒരു മൈൻഡഡ് ആയിട്ടുള്ള കുറെ ആൾക്കാര് ആൻഡ് ഇഷ്ടംപോലെ കഴിവുള്ള ഓരോ ആൾക്കാരാണ് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അപ്പൊ ഇന്ന് നമ്മള് അപ്കമിങ് ഷെഫിന്റെ ആളുടെ റെസിപ്പിയാണ് ഇതൊക്കെ. മിന്റ് മോയിത്തും ആക്കിയിട്ടുണ്ട്, പക്ഷെ അതപ്പം തന്നെ കഴിഞ്ഞുപോയി. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഇതുപോലെ ഫ്രണ്ട്സിന്റെ കുക്കിംഗ് വീഡിയോ ആയിട്ടും പല തരത്തിലുള്ള വീഡിയോ ആയിട്ടും വരാം. അപ്പൊ ബൈ ബൈ. 2 very boring minutes later. ഓക്കെ, അപ്പൊ ഡെറലിന്റെ ബർഗർ ടേസ്റ്റ് ചെയ്യണ്ടേ? യെസ്. ഒന്ന് പ്രേമനെടുത്തോ, എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് പറ. ഒരു മിനിറ്റ്. ചീസ് അടുത്തതായി ചീസ് പൊളിച്ചു വെക്കൽ ആ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ചീസ് മുറിയുന്നില്ല ഗൈസ്, നിങ്ങൾ ഇത് കാണുക. ഫ്രണ്ട്സ് നമ്മളൊരു പുറമൊക്കാം. ഞാൻ പറയാലോ ഫ്ലോപ്പായി. ഞാൻ പോകുന്നു. ബൈ ബൈ.